ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മാഞ്ചസ്റ്ററിലുള്ള ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം കാണാം. കുറച്ച് നല്ല കാഴ്ചകൾ എന്തായാലും ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. പിന്നെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടിട്ട് കമൻറ്റുകളും പറയണേ. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഈ ഹോൾ ക്രിസ്മസ് മാർക്കറ്റില്ല വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ജെയിൻ ഫെറസ് വീലായിരുന്നേ. ഇത് ആൽബർട്ട് സ്ക്വയറിലാണ് നിൽക്കുന്നത്. നമുക്കാണെങ്കിൽ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റും. അപ്പോഴേ നമുക്ക് ഊഹിക്കാം ഇത് എങ്ങനെയായിരിക്കും. പിന്നെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ബിഗ് വീലിൻ്റെ ഹൈറ്റ് വരുന്നത് അറൗണ്ട് 50 മീറ്റേഴ്സൊക്കെ കാണും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൽബർട്ട് സ്ക്വയറിലാണ്. അറൗണ്ട് നമ്മുടെ മാഞ്ചസ്റ്റർ ടൗൺ ഹാളിൻ്റെ ഔട്ട്സൈഡ് ഏരിയയിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. പിന്നെ ഇത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിതിൽ കയറിയാൽ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി സെൻറ്ററിൻ്റെ ഹോളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. നല്ല രസമാണേ. ഈ മാർക്കറ്റ് ഓപ്പൺ ആയത് നവംബർ 7-നാണ്. ഡിസംബർ 22 വരെ നമുക്ക് ഇവിടെ ഇത് കാണും. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർക്കറ്റ് മീൻസ് ആൽബർട്ട് സ്ക്വയറിലുള്ള ഈ ക്രിസ്മസ് മാർക്കറ്റ് ഒരു 6 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൗൺ ഹാളിൻ്റെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ 2025 തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജെയിൻ വീലാണ് മെയിൻ അട്രാക്ഷനായിട്ട് വെച്ചേക്കുന്നത്. മോർ ദാൻ 200 സ്റ്റോൾസ് നമുക്ക് ഈ സിറ്റി സെൻറ്ററിൻ്റെ പല ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുമേ. മെയിൻ ലൊക്കേഷൻസ് വരുന്നത് ആൽബർട്ട് സ്ക്വയർ, സെൻറ്റ് ആൻഡ് സ്ക്വയർ, കിങ് സ്ട്രീറ്റ്, എക്സ്ചേഞ്ച് സ്ക്വയർ, എക്സ്ചേഞ്ച് സ്ട്രീറ്റ്, ദ കോൺ എക്സ്ചേഞ്ച്, ന്യൂ കത്തീഡ്രൽ സ്ട്രീറ്റ്, മാർക്കറ്റ് സ്ട്രീറ്റ് ആൻഡ് കത്തീഡ്രൽ ഗാർഡൻസ്. ഇവയെല്ലാമാണ് മെയിനായിട്ടുള്ള ലൊക്കേഷൻസ് വരുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ ഒരു 10 മണി മുതൽ രാത്രി ഒരു 8 മണി വരെയാണ്. ചില സ്റ്റോൾസൊക്കെ രാത്രി 9 മണി വരെയും ഉണ്ട്. പിന്നെ ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് വീക്കെൻഡ്സ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ ഒരു ഈവനിങ് ടൈം എല്ലാം നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത ടൈമിലാണ് പോയത്. UK സിറ്റിയിൽ ഫസ്റ്റ് ടൈം ക്രിസ്മസ് മാർക്കറ്റ് ഹോസ്റ്റ് ചെയ്തത് നമ്മുടെ മാഞ്ചസ്റ്ററിലാണ് 1999. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് സെൻറ്റ് ആനി സ്ക്വയറിലാണ്. ഈ മാർക്കറ്റ്സ് എല്ലാം ഒരു 10 മിനിറ്റുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെത്താവുന്ന ദൂരം തന്നെയുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് കണ്ടിട്ട് പോകാൻ സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡും ക്രാഫ്റ്റ് ഐറ്റംസും ഡ്രിങ്ക്സും എല്ലാം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ക്രാഫ്റ്റ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ ധാരാളമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാണുന്ന കണ്ടോ ഈ വിളായി, ഇതിൻ്റെ പല സൈസിലുള്ളതും എല്ലാം നമുക്കിവിടെ കാണാവേ. പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്. സ്വീറ്റ്സ് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറേ മേടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മേടിച്ച് പോകും. നല്ല ടേസ്റ്റുമാണ്. ഞങ്ങൾ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ആയിരുന്നു മേടിച്ചത്. ഡച്ച് മിനി പാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ ലൈവായിട്ടാണ് പാൻ കേക്ക് എല്ലാം ഉണ്ടാക്കുന്നത്. അവിടെയും ധാരാളം തിരക്കുണ്ട്. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ട്രീറ്റ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. സമ്മതിക്കത്തില്ല, ഞങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുക ഈ അപ്പൂപ്പൻ. ഒരു ഫഡ്ജ് ഷോപ്പുമായിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ് ഫഡ്ജസ് ഇരിക്കുന്നത്. അത് നമുക്ക് അപ്പം നമുക്കൊന്ന് മീൻസ് ടേസ്റ്റ് ചെയ്യാനും തരും. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മേടിക്കാതെ അവിടെ നിന്ന് പോകത്തില്ല. പിന്നെ അവിടെ നിന്ന് മേടിച്ച് കുറച്ച്
കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാനുള്ള സീറ്റിങ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന ഒരു സംഭവം ഉണ്ട്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസം അത് കാണാൻ. ആ ലേഡി അവിടെ നിന്ന് പ്രോപ്പറായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ വിലയൊക്കെ അവിടെ നിന്ന് ഒരാൾ ശരിക്കും ബാർഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കിട്ടിക്കാണുമെന്തോ. ഞാൻ കുറച്ചു നേരം കണ്ടിട്ട് ഞങ്ങൾ പിന്നെ പോന്നു. Exact this one. Okay. This is 2 pieces. If you want it exactly, yes. If you want it exactly like it is, it costs 50 pounds. 50 pounds. All of them. I mean all the butterfly? No, I'm asking for all of them. Like what is all? I mean from motor to end. I don't know you put it out inside. For me all, it means this and this. No, with the motor how much? Oh, no, man, I don't know. You need to speak, my darling, to tell you how much it costs. Okay. Normal speak. Okay. Yeah? Okay. You want with the motor 60 pounds. 60 pounds. Yes. How much last? 60 pounds. This is the last price. There is only one price. You want some candy? No, I don't need this. ഈ കാണുന്ന ഡക്കിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അതും കുറച്ച് നേരം നിന്ന് കണ്ട് പിന്നെ ഇങ്ങനെ പോകും. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
കാണുന്ന ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്ത്. ഇതൊരു ഫ്യൂഷൻ മിക്സ് ബോക്സ് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത ഫുഡാണ് ഈ ചിക്കൻ ടൈപ്പ്. എന്താ ചിക്കൻ പ്രൊവൻഷ്യൽ ചിക്കനോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ മേടിച്ചത് റെഗുലർ ടൈപ്പ് ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ അതിനകത്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള റൈസ് നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ അധികം വെന്തിട്ടൊന്നും ഇല്ലായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാം. മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് വീണ്ടും നാണ്ട വന്നിരിക്കുന്നു കുറേ സ്വീറ്റ്സൊക്കെ. പക്ഷേ ഇപ്രാവശ്യം മേടിച്ചില്ല കേട്ടോ, വെറുതെ കണ്ടിട്ടങ്ങ് പോയതേ ഉള്ളൂ. ശരിക്കും ഈ സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴേ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വൃശ്ചികോത്സവമൊക്കെ നടക്കുമല്ലേ. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആനയും കുതിരയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.